ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ബീട്രൂട്ട് പറാട്ടയുടെ റെസിപ്പിയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സീരീസ് തുടങ്ങിയിരുന്നു. കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കാൻ മടി കാണിക്കുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അവരറിയാതെ തന്നെ പല രീതിയിലും നമുക്ക് വെജിറ്റബിൾസ് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് ഈ സീരീസിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് നമ്മൾ കണ്ടത് ആലൂ പറാട്ടയുടെ റെസിപ്പിയാണ്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തേത് അതിലെ സെക്കൻഡ് എപ്പിസോഡാണ്. നമ്മൾ കാണാൻ പോകുന്നത് ബീട്രൂട്ട് ഉപയോഗിച്ചുള്ള ഒരു പറാട്ട റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കടക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ബീട്രൂട്ട് പറാട്ട തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാനൊരു ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഏതാണ്ടൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഏതാണ്ടൊരു 1/4 പച്ചമുളകാണ്. അധികം എരിവില്ലാത്ത പച്ചമുളക് ഒരു 1/4 ഭാഗത്തോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കുട്ടികളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒട്ടും എരിവ് ഇഷ്ടമല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചമുളക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടിപ്പോൾ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടാണ് 1/4 കപ്പ് ഞാൻ മെഷർ ചെയ്ത് എടുത്തത്. ഏത് കപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. മാവ് മെഷർ ചെയ്യുന്ന അതേ കപ്പിൽ തന്നെ നിങ്ങൾക്ക് മെഷർ ചെയ്ത് എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഏതാണ്ടൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അടിയിൽ കരിയാനായിട്ട് പാടില്ല, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ മറക്കരുത്. ബീട്രൂട്ടിലോട്ട് ഇനി ചേർക്കുന്ന ഒരല്പം ഉപ്പാണ്. നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്തും ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ബീട്രൂട്ടിനകത്ത് ഒരല്പം ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കാം. അതായത് ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുത്ത ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ളത്, ഒരുപാട് ചൂടിൽ നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ പുറത്തോട്ട് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് തണുക്കാനായിട്ടും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏതാണ്ട് ഒരു വാം ടെമ്പറേച്ചറിൽ തന്നെ ഇതൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പറാട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം. അതായത് ഇപ്പോൾ നന്നായിട്ട് നമ്മൾ സ്മൂത്ത് പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹോൾ വീറ്റ് ആട്ട, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആട്ട. ഇനി ചേർക്കുന്ന ഒരു നുള്ളുപ്പാണ്. നമ്മൾ നേരത്തെ ബീട്രൂട്ടിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. നിങ്ങൾ ബീട്രൂട്ടിൽ ചേർക്കാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത് ചേർക്കുന്ന ഏതാണ്ട് ഒരു 1/4 ടീസ്പൂൺ അജ്വൈനാണ്. അജ്വൈൻ എന്ന് പറയുന്നത് അയമോദകം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ വയറിനൊക്കെ വളരെ വളരെ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അജ്വൈൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ നമ്മൾ നല്ല ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണ്. അതായത് ക്യുമിൻ പൗഡർ, അതാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ജീരകത്തിൻ്റെ പൊടിയും അജ്വൈനും ഓപ്ഷണലാണ്. ഇത് രണ്ടിൻ്റെയും ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. പക്ഷെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച ബീട്രൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ബീട്രൂട്ടിലുള്ള വെള്ളം അനുസരിച്ചാണ് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ബീട്രൂട്ടിലുള്ള വെള്ളം തന്നെ മതിയാവും ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്.
ഇതിപ്പോൾ എനിക്ക് അല്പം കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ അതുകൊണ്ട് ഇളം ചൂടുവെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു ചപ്പാത്തി ഡോയുടെയൊക്കെ കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുകയാണ്. അതായത് ഇപ്പോൾ ഏതാണ്ടൊന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാൻ ഒരല്പം എണ്ണ കയ്യിലെടുത്ത് വീണ്ടും അതിൽ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീൽ കണ്ടെയ്നറിലോട്ട് ഇത് വെച്ച് കൊടുത്ത ശേഷം ഒരല്പം എണ്ണ ഇതിലേക്ക് തടവി കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വയ്ക്കാം. നമ്മളിതിങ്ങനെ ചെയ്യുന്നത് മാവ് അടച്ചു വയ്ക്കാതെ നമ്മൾ പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ആ കുഴച്ച മാവിൻ്റെ പുറം ഭാഗം ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഒരല്പം എണ്ണ തടവിയ ശേഷം അടച്ചു വയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 15 to 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്ത ശേഷം ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഉടനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു 15 to 20 മിനിറ്റ്സ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഇനി ഇതെങ്ങനെയാണ് പരത്തേണ്ടതെന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെയാണ്. ഞാനിത് ഒരുപാട് വലിയ സൈസിലല്ല ഉണ്ടാക്കാറ്. നമ്മൾ ഫുൾക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു സൈസിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മാവാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ അല്പം പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിത് പരത്തിയെടുക്കാം. ഈ ഒരു സൈസിലാണ് ഞാൻ പരത്തിയെടുക്കാറുള്ളത്. എന്നിട്ട് എക്സ്ട്രാ പൊടിയുള്ളത് നമുക്കൊന്ന് തട്ടിക്കളഞ്ഞ ശേഷം ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റി വയ്ക്കും. ഇങ്ങനെ നമുക്ക് ഏതാണ്ട് ഒരു 3-4 എണ്ണം പരത്തിയ ശേഷം നമുക്കത് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ പരത്തുമ്പം ഒരല്പം തിക്കായിട്ടാണ് ഞാൻ പരത്തുന്നത്. ഒരുപാട് അങ്ങ് തിക്കല്ല, എന്നാലും അത്യാവശ്യത്തിന് തിക്കായിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ചുട്ടെടുക്കേണ്ടതെന്നും കൂടി നമുക്ക് നോക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു അയൺ തവയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഓരോ പറാഠയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പറാഠ നമ്മൾ തവയിലേക്ക് ഇടുന്നതിന് മുൻപ് എക്സ്ട്രാ മാവ് ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടിക്കളഞ്ഞ ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പുറത്തും കൂടി ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വുഡൻ സ്പൂൺ ഉപയോഗിച്ച് ഞാനിതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ബബിൾസ് വന്നു തുടങ്ങും. ആ ഒരു സ്റ്റേജിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡ് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നെയ്യ് ഉപയോഗിക്കുന്ന ഒരുപാട് റെസിപ്പീസിൽ പലരും ചോദിച്ച ചോദ്യം ഏത് നെയ്യാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, ഏതാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന നെയ്യായിരിക്കും ഏറ്റവും നല്ലത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അതുമാത്രമല്ല, നമ്മൾ സാധാരണ വീടുകളിൽ പലപ്പോഴും ചെയ്തിരുന്നത് മിക്സി ഉപയോഗിച്ചാണ് നമ്മൾ ബട്ടർ തയ്യാറാക്കുന്നത് ക്രീമിൽ നിന്ന്. എന്നാൽ അതല്ലാതെ കൈ കൊണ്ട് കടഞ്ഞെടുത്ത ബട്ടറിൽ നിന്ന് ഉണ്ടാക്കുന്ന നെയ്യാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പല ന്യൂട്രീഷനും നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈകൊണ്ട് കടഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതെങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതെന്നൊരു റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ പറാഠാസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇതിൻ്റെ പുറത്ത് ഒരല്പം ബട്ടർ വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ സെർവ് ചെയ്യാറുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. പക്ഷെ അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ബട്ടർ വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ സൈഡ് ഡിഷായിട്ട് എപ്പോഴും എടുക്കുന്നത് ഇതുപോലെ തൈര് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാലഡാണ്. അപ്പോൾ ഇത് ഇന്ന് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം വഴറ്റിയിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം സാലഡാണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ കേർഡ് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ ഒരല്പം അച്ചാറും കൂടി ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക.
മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.